തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കി എന്ന പരാതി വീണ്ടും ഉയർത്തുകയാണ് മുൻ വാർഡ് കൗൺസിലർ. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തൽ കൂടി ചേർത്ത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി പുതുക്കി നൽകിയതായി മെഡിക്കൽ കോളേജ് വാർഡ് മുൻ കൗൺസിലർ GS ശ്രീകുമാർ 24നോട് പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. അത് 2023 ഈ മൂത്രാശയത്തിലെ കല്ലുകൾ പൊടിക്കുന്നതിനുള്ള ആ ഉപകരണത്തിൻ്റെ അതിൻ്റെ ഒരു കേബിൾ നശിപ്പിക്കട്ട നിലയിൽ കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്ന് പത്രങ്ങളിലൊക്കെ മീഡിയയിലൊക്കെ വലിയ വാർത്തകൾ വരികയും അതിനെ പല കമ്മിറ്റികൾ അന്വേഷിക്കുകയും ചെയ്തു. 2-3 കമ്മിറ്റികൾ അന്വേഷിച്ചു. അത് മനഃപൂർവ്വം കേടുവരുത്തിയതും ആണ് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാന സംഭവം. പക്ഷേ ഇതുവരെയായിട്ടും അതിന് വേറെ നടപടികൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്, അത് ആരൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു മാർഗ്ഗനിർദ്ദേശവും ഇല്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായി ഉണ്ടായതല്ല, മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. 2023 130 ഓപ്പറേഷനുകൾ മാറ്റിവെച്ചു. അതാണ് എൻ്റെ പരാതി. ആ പരാതി 2023 മുതൽ 25 വരെയും ഇതിവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അലക്സ്, ഇപ്പോൾ ഈ 2023 നടന്ന സംഭവമാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മനഃപൂർവ്വം കേടുവരുത്തി എന്നുള്ളതാണ്. അതെന്തിനാണ്, അത് ആരാണ് അങ്ങനെ കേടുവരുത്തുന്നത്, എന്താണ് ഇദ്ദേഹം ഉയർത്തുന്ന കൂടുതൽ പരാമർശങ്ങൾ? സ്മിത, അദ്ദേഹത്തിന്റെ പരാതിക്ക് ഒരു കാതലുണ്ട്. അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാർഡിലെ മുൻ കൗൺസിലറാണ് GS ശ്രീകുമാർ. അദ്ദേഹം കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു. അദ്ദേഹം 2023 ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസൻ യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ മുടങ്ങിയതിനെ തുടർന്ന് ഉപകരണങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങിയതെന്ന തുറന്നു പറച്ചിൽ നടത്തി. അതങ്ങനെ ആ വലിയ വിവാദം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ആ തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഉപകരണങ്ങൾ കേടായതല്ല, കേടാക്കിയതെന്ന പരാതിയാണ് 2023 ഈ മുൻ കൗൺസിലർ നൽകിയിരുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കിയിരുന്നു എന്ന പരാതി അത് വീണ്ടും മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പുനർപരാതിയായിട്ട് നൽകാനാണ് ഇപ്പോൾ GS ശ്രീകുമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതി ഇങ്ങനെയാണ്: അത്യന്തം സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട TURP ശസ്ത്രക്രിയ യന്ത്രം മനഃപൂർവ്വം കേടാക്കിയെന്നായിരുന്നു 2023 പരാതി. അതിൽ ആദ്യഘട്ടത്തിൽ മെഡിക്കൽ ഈ ആശുപത്രിയിൽ തന്നെ സൂപ്രണ്ട് നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടത്തി സമിതി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. പക്ഷേ DME ആ റിപ്പോർട്ട് തള്ളുകയാണ് ചെയ്തത്. ആ റിപ്പോർട്ട് വിശ്വാസയോഗ്യമല്ല. തുടർന്ന് DME നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഒരു 3-അംഗ സമിതിയെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു. ആ അന്വേഷണം നടത്തിയത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന ഡോക്ടർ മീന ഡിയുടെ നേതൃത്വത്തിലായിരുന്നു ആ 3-അംഗ സമിതി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി. അതായത് ഈ പരാതി ശരിവെക്കുന്ന തരത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നു. യൂറോളജി വിഭാഗത്തിലെ സങ്കീർണമായതും വിലയേറിയതും അത്യന്തം ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യേണ്ട ഉപകരണങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഈ കണ്ടെത്തലിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. യൂറോളജി വിഭാഗം യൂണിറ്റ് 3 ഓപ്പറേഷൻ നടക്കേണ്ട ദിവസം ലൈറ്റ് കേബിൾ സോഴ്സ് കേടായിരുന്നതായി ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. യൂറോളജി വിഭാഗം യൂണിറ്റ് 3 ചീഫായിരുന്ന ഡോക്ടർ സാജു PR വകുപ്പ് മേധാവിയുമായി സഹകരിച്ചിരുന്നില്ല എന്നും ഇതിൽ വ്യക്തമാക്കുന്നു. അന്ന് യൂറോളജി വിഭാഗത്തിന്റെ വകുപ്പ് മേധാവി ഡോക്ടർ ഹാരിസ് ഹസൻ അല്ല, ഡോക്ടർ സതീഷ് കുമാറാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശം വകുപ്പ് മേധാവി ഓപ്പറേഷൻ തിയേറ്ററിൽ സേവനം ചെയ്യുന്ന ഫാക്കൽറ്റികൾക്കോ നഴ്സിംഗ് അസിസ്റ്റന്റുമാർക്കോ നൽകിയിരുന്നില്ല എന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 25 വരെ ഡോക്ടർ സാജു ആ പരിധിയിൽ ഉണ്ടായിരുന്നെങ്കിലും അന്വേഷണവുമായി സഹകരിച്ചില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ റിപ്പോർട്ട് പൂർണ്ണമായി തള്ളിക്കൊണ്ട് 2 മാസം മുമ്പ് ഇപ്പോഴത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പുതിയൊരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, അതായത് അശ്രദ്ധമായി കൂടുതൽ ജീവനക്കാർ ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇത്തരം കേടുപാടുണ്ടായതെന്നാണ് ആ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ പരാതിക്കാരൻ മനഃപൂർവ്വം ആശുപത്രിയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം അങ്ങനെ സൂപ്രണ്ട് ആ പരാതി അങ്ങനെ നൽകുന്നു, ആ റിപ്പോർട്ട് അങ്ങനെ നൽകുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹാരിസ് ഹസൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ പശ്ചാത്തലത്തിൽ തന്റെ പരാതി ശരിയായിരുന്നുവെന്നും അത് ശരിവെക്കുന്ന അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിട്ടും അതിനെ പൂഴ്ത്തി വെക്കാനായിരുന്നു. ഇപ്പോൾ 2 വർഷം മുൻപ് നൽകിയ പരാതിയാണെങ്കിൽ പോലും ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം പരാതികളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ ഉത്തരവാദിത്വത്തോടെ കരുതലോടെ ശ്രദ്ധിക്കേണ്ട ഉപകരണങ്ങളാണ് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ. അതുപോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരോ അല്ലെങ്കിൽ മറ്റ് പലരും അവരുടെ ഭാഗത്തു നിന്നൊരു വീഴ്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ. അലക്സ് റാം മുഹമ്മദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.